കണക്കില്ലാമാരെ അള്ളാഹു കൊടുക്കുക ചുമതല. എങ്ങനെ? ചിലപ്പം 1 10 ആക്കണം, 1 7 1 700 ആക്കണം. എത്ര അവൻ ഉദ്ദേശിച്ചത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി കൊടുക്കുക ചുമതല. 3ാമത്തെ ഉറപ്പാ ചുമതല മനസ്സിലാക്കുക. അപ്പൊ ഈ റമദാൻ നിങ്ങൾക്ക് എത്ര ചെന്നെങ്കിൽ, ഈ റമദാൻ നിങ്ങൾക്ക് എത്ര ചെന്നെങ്കിൽ അത് കുറച്ചൊരു വലിയൊരു ഞാമത്ത്, അള്ളാഹുടെ വലിയൊരു ഞാമത്തെ ചിന്തന നിങ്ങൾ മനസ്സിലാക്കും. ഒരു കവി പാടിയത് ഹംദു സ്വലാത്തിൽ പിന്നെ പാടിക്കപ്പെട്ടു. ഏ മനുഷ്യ, നിക്ക് റജബ് തിങ്കളിൽ നീ നാക്കിയ ദോഷ നിക്ക് വയ്യായിട്ടില്ല. എവിടുത്തോർച്ചുന്നുണ്ടെ അവന്റെ റബ്ബുർ അവൻ എന്താക്കിയ ധിക്കരിച്ച ഏത് തിങ്കളിലും റജബിൽ മെയ്യായില്ലോ, ഷാബാൻ തിങ്കളിലും അവന്റെ റബ്ബറെ എന്താക്കിയ ധിക്കരിച്ച. റജബും ഷാബാനിൽ പിന്നെ ഒരു തിങ്കൾ നിങ്ങളെ മേൽ നിഴലിട്ട് അതെന്തേ ഷഹറുസോം നോമ്പ് തിങ്കൾ. നീ അതിലാക്കിരണ്ടതിൽ ഏതുപോലെ ധിക്കാരത്തെ തിങ്കളാക്കിരണ്ട. ആ തിങ്കൾ മനസ്സിലായിട്ട് ധിക്കരിക്കുന്ന തിങ്കൾ, അള്ളാഹുവിനെ അനുസരിക്കാത്ത തിങ്കളാക്കിയത് റമദാനിൽ നീ ആക്കിരണ്ട. ഖുർആന നീ എന്താക്കി? ഖുർആൻ ഓതി. വസബ്ബിഹ് ഫീഹി സുബ്ഹാനല്ലാഹി മുജ്തഹിദാ. മെഹനത്താക്കിയത് പ്രത്യേകം മെഹനത്താക്കി. ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ ഖുർആൻ. അത് എങ്ങനത്തെ തിങ്കൾ വന്നത്? ശഹ്റു തസ്ബീഹിൻ സുബ്ഹാനല്ലാഹി ചൊല്ലുന്ന തിങ്കൾ, തസ്കീർ ദിക്ർ എടുക്കുന്ന തിങ്കൾ, ഖുർആന്റെ തിങ്കൾ. കം കുൻത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫിൻ മിൻ ബൈനി അഹ്ലി വജീറാനി വഇഖ്വാനി. നിക്കത്ര ആൾപെടും നിന്റെ അഹലുകാരൻ, നിന്റെ നേരല്, നിന്റെ അലമുത്ത്, നിന്റെ ചങ്ങായിമാർ, എന്തേ നിന്റെ ആൾമാരിൽ, നിന്റെ നേരല്, നിന്റെ ചങ്ങായിമാരിൽ, നിന്റെ അലമുത്തല് എത്ര ആൾ നോപ്പിടിച്ച കല്യകാലം നോപ്പിച്ച പിടിണ്ട. അങ്ങനെ ഹലാക്കാക്കി വിട്ടത് മൗത്ത്, അങ്ങനെ ഇല്ലാണ്ടാക്കി വിട്ടത് മൗത്ത്. അതിൽ പിന്നെ നിന്റെ ബാക്കിയാക്കിയോ ആ മൗത്തുന്തരെ നിന്റെ ബാക്കിയാക്കി. അങ്ങനെ പിന്നെ എത്ര മുട്ടുണ്ട് ഇപ്പൊ നിന്റെ ഹയാത്തോടു കൂടി കുട്ടത്, അത് എത്ര നിന്റെ മുട്ടുണ്ട് ചുന്തര സന്ദർഭത്തിൽ സഹോദരന്മാർ നോക്കും എത്ര ചന്തത്തിലായാലും ആ ഒരു കവി നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നനിപ്പാട്ട് യാ അയ്യുഹല്ലദീന ആമനു, ഏ ഈമാനുള്ള വിളിച്ചു പറഞ്ഞിട്ടുള്ള ഈമാനുള്ള എല്ലാവരും ഈമാനുള്ള ഉറപ്പുണ്ടല്ലേ? ഈമാനുള്ള ഗഫ്ലത്ത് അല്ലേ? ആർക്ക് വേണ്ടത്? ഈമാൻ. ബാക്കി ഗാഫിലീന്മാർ അങ്ങനെ സ്ഥിരമായി എപ്പോഴും അങ്ങനെ ഫിക്സ് ആക്കപ്പെട്ടതായി ഗഫ്ലത്തുണ്ട്. മുഅ്മിനീങ്ങളുടെ ഗഫ്ലത്ത് ടെമ്പററി, അത് ഗഫ്ലത്ത് പണ്ട് ഇല്ലാണ്ടാവും, യഥാർത്ഥവും ഗഫ്ലത്ത് പണ്ട് ഇങ്ങനെ ആയോണ്ടിക്കുന്നതായി ആ ഗഫ്ലത്ത്. യാ അയ്യുഹല്ലദീന ആമനു, യാ ഈമാനുള്ള കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ ഫർദാക്കപ്പെട്ടു. അപ്പൊ അത് കൊണ്ടു ഫർദല്ലാത്ത നോമ്പും നിങ്ങളുടെ മേൽ ഫർദാക്കപ്പെട്ടു. അസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഏതുപോലെ നിങ്ങളുടെ മുന്നോത്തങ്ങളുടെ പേര് കട്ടായാക്കപ്പെട്ടതുപോലെ. അപ്പൊ മശക്കത്ത് അനുഭവിക്കുമ്പോൾ മന്ത് ഏതെങ്കിലും ചൂടൊരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വക്കാലത്ത് കൊണ്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തണുപ്പല്ലേ അല്ലെ? ചൂടുണ്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ ഉണ്ടെങ്കിൽ റൂമുകളുണ്ടെങ്കിൽ ചൂട് തണുപ്പാവും. അങ്ങനത്തെ ഒരു ചൂട് തണുപ്പാവും പോലത്തെ ഒരു അവകാശം ഇല്ലാത്തതായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. എവിടെ തണുത്ത് നിന്നും അതേ അവസ്ഥ, വെയിലിൽ നിന്നും അതേ അവസ്ഥ, ഡ്രസ് ഇട്ടും അതേ അവസ്ഥ, ഡ്രസ് എടുത്തും അങ്ങനത്തെ അവസ്ഥ, പലരുണ്ടെങ്കിലും അതേ അവസ്ഥ. എല്ലാ സന്ദർഭവും നമുക്ക് പ്രയാസകരമായിട്ട് ഉന്നതായ ഒരു കാലഘട്ടം അങ്ങനെ മേൽ കെട്ടായ മനുഷ്യന്മാരെ
അങ്ങനെ ആ നോമ്പുറോ യഥാവിധി പാലനാക്കിയത് ഞങ്ങളെ മഷക്കത്തിൽ അനുഭവിച്ചത്. നിങ്ങൾ അത് വലിയൊരു ഇതാക്കണ്ട. എന്ത് അല്ലാഹു എന്തിനു വേണ്ടിയിട്ട് നിന്റെ മേലെ എന്തൊരു കഷ്ടത ചൊന്തലതായ ഒരു ഭാവന വരാത്ത നിലക്ക് നിങ്ങൾ ഇബാദത്തുണ്ടാവും. ലഅല്ലകും തത്തഖൂൻ. അങ്ങേതായാലും സലാമത്തായ അങ്ങനെ ഇബാദത്ത് കൊണ്ടാണ് സലാമത്തായ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ സലാമത്ത നിങ്ങളെ ഇബാദത്ത് കൊണ്ടു നിങ്ങളെ നോമ്പ് കൊണ്ടു എന്താവണം നിങ്ങൾ സലാമത്ത്. അതേ ദിക്ർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചിന്തന മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരകത്തി നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് പഠിച്ചോണ്ട് അവന്റെ മുൾക്കുലു അവന്റെ അധികാരത്തിൽ അവന്റെ ആധിപത്യത്തിൽ ഏറ് ചൊന്തല ഒരു ഭാവന നിങ്ങൾക്ക് വേണ്ടി വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സലാമത്ത് ഇബാദത്ത് എടുക്கிறாரா നിങ്ങൾ സലാമത്ത്. നിങ്ങൾ റബ്ബറെ പൽക്ക കേൾக்கிறாரா നിങ്ങൾ സലാമത്ത്. അല്ലാത്ത അല്ലാഹുവിന്റെ ആധിപത്യത്തിൽ ഏറുന്ന ചൊന്തലതായ ഒരു ഭാവന നിങ്ങൾക്ക് ബന്ധനണ്ട ചൊന്തലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉമ്മത്തിനും മേലും ഇതേ ഉദ്ദേശത്തിലേക്ക് വെച്ചത് ചൊന്തലത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മൻ സാമ റമദാന നോമ്പെടുക്കും. എല്ലാവരും നോമ്പെടുക്കണം. ഈമാനും വഹ്തിസാബ് ഈമാൻ എന്ത് റബ്ബു നന്റെ മേലെ എന്തെങ്കിലും കട്ടായാക്കിയാണ് അതിന് പാലനാക്കറ വിധിക്കപ്പെട്ട ഒന്ന് ഈമാൻ. അള്ളാഹു പാലനാക്കിയ അള്ളാഹു പൽക്കത്തോ അതേപടി സ്വീകരിக்கிறവും ഇത് നക്കൊരു മശക്കത്ത് എന്ന നിലക്കല്ല ಅಂದ್ರೆ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യുരീദു ബികും അൽ-ഉസ്ര വലാ യുരീദു ബികും അൽ-യുസ്ര വലാ യുരീദു ബികും അൽ-ഉസ്ര. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സുലാമത്ത് ഉദ്ദേശിച്ചു, നിങ്ങൾക്ക് ഒരു പ്രയാസത്തെ ഉദ്ദേശിച്ചിട്ടില്ല. നോമ്പ് ചൊല്ലുന്നത് ഒരു മനുഷ്യരോ പ്രകൃതിക്ക് അത് അനുയോജ്യമായത് അനുഗുണമായത് ചൊല്ലുന്നത് മനസ്സിലാക്കും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. ഒരു നഫ്സുക്കും അതുക്ക് താങ്ങ തീരാത്തത് തക്ലീഫ് അള്ളാഹു കൊടുത്തിട്ടില്ല. എന്ത് ഇബാദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഇബാദത്ത് ആ മനുഷ്യ പ്രകൃതിക്ക് അനുഗുണമായത് മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമായതല്ല ചൊല്ലുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു സന്ദർഭത്തിൽ ചൊല്ലണം. അത് അള്ളാഹുവിന്റെ മേൽ ഈമാനോടുകൂടി എന്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിന് വിധിച്ചാണ് അതിന് സംതൃപ്തിയോടുകൂടി സർവസമ്പൂർണമായിട്ട് അതിൽ സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഞങ്ങളെ തത്തഖൂൻ ചൊന്നല്ലേ തത്തഖൂൻ സലാമത്ത് പറയുന്നത് നിങ്ങൾക്ക് ആ നോമ്പോട് കൂടി നിങ്ങൾ ദോഷങ്ങളെല്ലാം ഒട്ടുപുറത്ത് മാഫാകും. നിങ്ങൾ ക്ലീൻ ആവും, നിങ്ങൾ ശുദ്ധാവും. നിങ്ങാക്കിയതായ ദോഷത്തിന് കഫാറത്തേക്ക് പ്രായശ്ചിത്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ സ്വീകരിക്കുക. അത് നിങ്ങൾക്കില്ലല്ലോ അതെ അതെത്തിക്കാത്തല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കണം. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലത്തണ്ട എന്തൊരു സ്വരമേണ്ട ആക്കുമ്പോൾ നിങ്ങൾ പ്രതിഫലത്തെ ഉദ്ദേശിക്കുന്നു. എഹ്തിസാബില്ലാത്ത ഒരു പ്രതിഫലം നിങ്ങാക്കാൻ എഹ്തിസാബില്ലാത്ത പ്രതിഫലം ഉദ്ദേശിക്കൊടുത്തില്ലാത്ത ഒരു നിയത്തില്ലാത്ത ഒരു പ്രവർത്തനം നിങ്ങളിൽ വന്നിരണ്ട. അത് വന്നിട്ടേ അതെന്താ ചിലപ്പോൾ നിങ്ങൾ ശിർക്ക് എത്തുവാണ്. ഏത് ശിർക്ക്? ചെറിയ ശിർക്ക് എത്തുവാണ്. ഇല്ലണ്ടേ നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കും. നിങ്ങൾ ആക്കുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ പിറവിച്ചോട്ടുവാണ്. ശൈത്വാണ് നിങ്ങളെ ആ ഒരു പ്രവൃത്തി ആക്കാത്തത് പോലെ തടുക്കുവാണ് നിങ്ങൾ. കാരണം എന്തേ? ഒന്ന് ഈമാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായും ഘടാഖണ്ഡിതമായ ഈമാൻ. രണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പ്രതിഫലത്തെ ചൊല്ലുന്നതായി ഉറച്ച തീരുമാനം. ഇത് രണ്ടുണ്ടേ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവനാക്കി എല്ലാ ദോഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുക്കെല്ലാം ഇത് കിട്ടുകൊണ്ടിരുന്ന സഹോദരന്മാരെ അസ്സലവാത്തുൽ ഖംസ് 5 വക്ത നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത നിസ്കാരം ಅದರ ನಡುವೆ ಹಾಕಿದ ಎಲ್ಲ ചെറിയ ദോഷത്തുള്ള ആത്മായ കഫാറ വൽ ജുമഅ ഇല ജുമഅ ഒരു ജുമഅത്തെ ഇനൽ ജുമഅത്തുള്ളത് ആ ഒരു സന്ദർഭത്തിൽ ഒരു ജുമഅ പിന്നെ ഒരു ജുമഅത്തെ നടുവ് ഇനി കഴിഞ്ഞു പോയ ജുമഅത്തെ നടുവിലുള്ളതായോ എതിരെയുള്ള ചെറിയ തപ്പുണ്ടോ അതൊക്കെ കഫാറ വ റമദാൻ ഇല റമദാൻ കഴിഞ്ഞ റമദാനിൽ പിന്നെ ഈ റമദാൻ തോറും എതിരെയുള്ള ഞങ്ങൾക്ക് അല്ലാ തപ്പുകൾ വന്നു പോയി അറിഞ്ഞിട്ടും തെരിഞ്ഞിട്ടും വന്നു പോയി ಅದಕ್ಕೆಲ್ಲದಕ್ಕೂ ಕಫಾರದ ರಮದಾನ್ ಐತಿ ಬಂತು ಮುಕಫಿರಾತುನ್ ಬೈಮಾ ಬೈನಹುನ್ನ ಅದರ ನಡುವಿನಲ್ಲಿ ಎಲ್ಲದಕ್ಕೂ ಕಫಾರತ್ ಐತಿ ಬಂದು ಇದಜ್ತುನಿಬಲ್ ಕಬಾಯಿರ್ ಬಿಲಿ ದೋಷ ಹಾಕಿಲ್ಲ ಕಬಾಯಿರ್ ಬಿಲಿ ದೋಷ ಹಾಕಿಲ್ಲಂಡೆ ಇದು ಇದೆಲ್ಲ ಮೇಯ ಬಿಲಿ ದೋಷ ಹಾಕಿಲ್ಲ ಅದು ಪ್ರತ್ಯೇಕമായി ತೋಗೋಣ ನಾವು
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമാക്കി വെച്ചത്. സഹോദരന്മാർ, പാടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രത്യേകമായ നല്ല സ്വഭാവത്തെ പുറത്തെടുക്കുന്നതായി വർത്തിക്കണം. പ്രത്യേകമായ ആരെങ്കിലും വന്ന് തർക്കത്തിൽ നിന്നിട്ടേ എന്തെങ്കിലും നമുക്ക് അനാവശ്യ വർത്തമാനത്തിൽ പറഞ്ഞ ചർച്ചയ്ക്ക് വന്നില്ലേ ഞാൻ നോക്കുക ചർച്ചയ്ക്ക് ನನ್ನ ಇಬಾದತ್ತು ಇಷ್ಟಪಡ್ತಕ್ಕೂ ನಾನು ಆಲ ನಂದು നല്ല നല്ല സ്വരത്തെ ഇഷ്ടപ്പെടുത്തಕ್ಕೂ ನಾನು ಆಲ നിസ്വായം ನಾನು നോക്കുക അനാവശ്യ ചർച്ചയ്ക്ക് വേണ്ടി അന്യസ്വായം അനാവശ്യ ഗലാട്ടയ്ക്ക് വേണ്ടി നിസ്വായം ನಾನಲ್ಲ ನಾನು ಅದರ ಆಲಲ್ಲ ഞങ്ങളൊരു സ്വഭാവത്തെ പ്രത്യേകമായ സ്വഭാവത്തെ പുറത്തുകൊണ്ടതായിരുന്നു എന്തൊരു ആ തിങ്കളുടെ വിശേഷത്തിന് ನೀನು എന്തൊരു നിലക്ക് നിന്നൊട്ടിക്ക് ആരെങ്കിലും വന്നാല അനാവശ്യമായ നിലയ്ക്ക് നിന്നൊട്ടിക്ക് ആരെങ്കിലും പെരുമാറിക്കൊണ്ട് വന്നാല നീ ಅದಕ್ಕೆ അതേ നാണ്യത്തിൽ പെരുമാടിക്കുന്നവളല്ല അതേ രൂപത്തിൽ അവർക്ക് തിരിച്ചടിക്കുന്നവളല്ല നീ. അള്ളാഹു ഖുർആനിൽ എന്ത് ചൊന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നേ പിന്നെ നിങ്ങ ഫൈദല്ലദി ബൈനക വ ബൈനഹു നീ നിന്റെ അവന്റെ നടുവിലും ഒരു തർക്കമുണ്ടായി ഉദ്വാനുണ്ടായി ഒരു വൈരാഗ്യമുണ്ടായെങ്കിൽ നീ എന്താക്കണം അവനൊട്ടിക്ക് അഹ്സനായ നിലയ്ക്ക് അവനൊട്ടിക്ക് വർത്തനാക്കും. നീ അവനൊട്ടിക്ക് അഹ്സനായ നിലയ്ക്ക് അതെന്താ ഒരു ഫൈദല്ലദി നിന്നൊട്ടിക്കുള്ള ആ വൈരാഗ്യമുള്ളവരോട്ട് കാന്നഹു വലിയുൻ ഹമീം നിന്റെ പിന്നെ അത്യന്ത ആപ്തമിത്രമാവരുതായ ഒരു അവകാശം അതിലുണ്ടോ ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല മുന്നറിയിക്കുള്ളതായ ഒരു നിയ്യത്തുള്ള കാര്യങ്ങള ആ നിയ്യത്തിന് ഒരു നെൻപാക്കി തന്നതായ ഒരു സന്ദർഭത്തിൽ നോമ്പ് ഇഫ്താറിന്റെ സന്ദർഭം. ഇഫ്താർ ഇബാദത്തിന്റെ ഒരു സന്ദർഭം. ഏതുപോലെ ഇപ്പൊ നിങ്ങൾ ഒന്നോടുക്കൽ ജാഗില്ല ചില സ്റ്റിക്കർ ആപ്ലിക്കേഷൻ അത് ഇബാദത്ത് ഇത്വാഅത്ത് അല്ലാഹുവിനെ അനുസരിക്കും ഇത്വാഅത്ത്. നിങ്ങൾ തന്നി വേസ്റ്റ് ആക്കി എന്താക്കണ്ട റബ്ബറൊട്ടിക്കുള്ളതായോ ആ ഇബാദത്തിൽ നീ എന്താക്കണ്ട